റിപ്പോർട്ടർ ബ്രേക്കിംഗ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 45 മണിക്കൂറായിട്ടും സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനാകാതെ കോൺഗ്രസ്. 15 മണ്ഡലങ്ങളിൽ തർക്കം രൂക്ഷമായി തുടരുന്നു. സ്ത്രീപീഡന കേസുള്ള എൽദോസ് കുന്നപ്പള്ളിക്കും എം വിൻസെന്റിനും സീറ്റുണ്ടാകില്ല. അതേസമയം കണ്ണൂരിൽ മത്സരിക്കുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കെ സുധാകരൻ. നിലയും വിലയുമില്ലാത്തവരെ ആരു ചർച്ചയ്ക്ക് വിളിക്കുമെന്നായിരുന്നു ദില്ലിയിലെത്തിയ സുധാകരന്റെ പ്രതികരണം. സുധാകരൻ താമസിക്കുന്ന ഫ്ളാറ്റിലെത്തി ചെന്നിത്തല ചർച്ച നടത്തുകയാണ്. സീറ്റില്ല എങ്കിൽ പ്രചാരണത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നാണ് സൂചന. സ്ഥാനാർത്ഥി നിർണയത്തിനായി നിർണായക CEC യോഗം ദില്ലിയിൽ തുടരുകയാണ്. ഇന്നു തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് VD സതീശൻ പറഞ്ഞു. UDFന്റെ എല്ലാ ഘടകങ്ങളും തമ്മിലുള്ള സീറ്റ് വിഭജനം പൂർത്തിയാവുകയാണ്. കോൺഗ്രസിന്റെ സീറ്റ് നിർണയം പൂർത്തിയായാണ്. അതിന്റെ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു നല്ല സമയം നോക്കിയിട്ട് നിങ്ങളോട് പറയാം. നിലയും വിലയില്ലാത്തവരോട് എന്ത് ചർച്ച എന്നാണ് തിരിച്ചു ചോദിച്ചത്. നോബൽ മാരിക്കാരും ആർ റോഷിപാലും YS അഭിനന്ദനും നമ്മളോടൊപ്പം ചേരുകയാണ്. നോബൽ, ഇതിനിടയിൽ നിർണായകമായ പല യോഗങ്ങൾ ചേരുന്നുണ്ട്. സുപ്രധാനമായ തീരുമാനങ്ങൾ എന്തൊക്കെ പ്രതീക്ഷിക്കണം? മാധു, കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗമാണ് ഇപ്പോൾ ദില്ലിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആരെല്ലാമായിരിക്കും സ്ഥാനാർത്ഥികൾ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഈ യോഗത്തിൽ ഇപ്പോൾ ഉണ്ടാകും. നിലവിൽ 70 പേരുകൾ പരിഗണനയിൽ ഉണ്ട് എന്നാണ് നേതൃത്വം വ്യക്തമാക്കിയത്. ഒറ്റ പേരുകൾ, ബാക്കി 15 ചില തർക്കങ്ങൾ ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചു വന്ന എൽദോസ് കുന്നപ്പള്ളിയുടെയും എം വിൻസെന്റിന്റെയും കാര്യമാണ്. എൽദോസ് കുന്നപ്പള്ളിയുടെ സ്ഥാനാർത്ഥം നിലവിൽ ഹൈക്കമാൻഡ് തടഞ്ഞിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഈ മാസം 26-ന് അദ്ദേഹത്തിന്റെ കേസ് വീണ്ടും പരിഗണനയ്ക്ക് വരികയാണ്. സ്വാഭാവികമായും ആ കേസിൽ എന്തെങ്കിലും പരാമർശങ്ങളോ അല്ലെങ്കിൽ തിരിച്ചടിയോ ഉണ്ടാവുകയാണെങ്കിൽ അത് തെരഞ്ഞെടുപ്പിൽ മൊത്തത്തിൽ ഒരു പ്രതിഫലിക്കുമോ, തിരിച്ചടിയാകുമോ എന്ന ആശങ്കയൊക്കെ നേതൃത്വത്തിനുണ്ട്. ആ പശ്ചാത്തലത്തിൽ ഇപ്പോൾ എന്താണെങ്കിലും നേതൃത്വം എൽദോസ് കുന്നപ്പള്ളിയുടെ സ്ഥാനാർത്ഥം തടഞ്ഞിട്ടുണ്ട്. അവിടെ ഇപ്പോൾ 3 പേരുകൾ സജീവ പരിഗണനയിലേക്ക് വെക്കുകയും ചെയ്തു. ഒന്ന് ഉല്ലാസ് തോമസ് ആണ്, അതോടൊപ്പം തന്നെ മനോജ് മൂത്തയുടെ രണ്ടാമത്തെ പേര്. രണ്ടുപേരും മുൻ ജില്ലാ പഞ്ചായത്ത്, എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. സീറ്റ് ഉണ്ടാകില്ല എന്ന വാർത്തകൾ വരുന്നതിനിടയിലായിരുന്നു ദില്ലിയിലേക്ക് എൽദോസ് എത്തുകയും ചില കൂടിക്കാഴ്ചകളൊക്കെ നടക്കുകയും ചെയ്തത്. സീറ്റ് ഏതാണ്ട് ഉറപ്പിച്ചു എന്ന സമയത്താണ് ഇപ്പോൾ പെരുമ്പാവൂരും കോവളവും സംബന്ധിച്ച ചില തീരുമാനങ്ങൾ വരുന്നത്. രാഹുൽ ഗാന്ധിക്ക് മുന്നിലേക്കെത്തിയ പരാതി നിർണായകമായോ? തീർച്ചയായും രാഹുൽ ഗാന്ധിക്ക് മുന്നിലേക്ക് എത്തിയ പരാതികളും സർവേകളും ഇതിലിപ്പോൾ ഏറ്റവും നിർണായകമായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ കൃത്യമായി തന്നെ ഈ കേരളത്തിലെ സാഹചര്യം ഹൈക്കമാൻഡ് നിരീക്ഷിക്കുന്നുണ്ട്. കേരളം തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേക്ക് വരും എന്ന് പ്രതീക്ഷിക്കുന്ന സംസ്ഥാനമാണ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ സാഹചര്യം മുഴുവൻ കൃത്യമായി തന്നെ പരിശോധിച്ച് വരുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടി മൊത്തത്തിലുള്ള സാഹചര്യം പരിശോധിച്ച അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് വേണം അറിയാൻ. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ വലിയ തിരിച്ചടിയാണ് എൽദോസ് കുന്നപ്പള്ളിക്കുണ്ടായത്. നേരത്തെ മാൾ സൂചിപ്പിച്ച പോലെ എൽദോസ് കുന്നപ്പള്ളിയെ ദില്ലിക്ക് വിളിപ്പിക്കുകയും ദില്ലിയിൽ നിന്ന് എൽദോസ് കുന്നപ്പള്ളി ഏറെക്കുറെ സീറ്റ് ഉറപ്പിച്ച് പെരുമ്പാവൂരിലേക്ക് മടങ്ങുകയും ചെയ്താണ്. നേതൃത്വം സീറ്റ് ഉറപ്പ് നൽകിയതുമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ആദ്യഘട്ട പ്രവർത്തനങ്ങളടക്കം എൽദോസ് കുന്നപ്പള്ളി ആരംഭിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഏറ്റവും നിർണായക യോഗമാണ്. ഈ യോഗം കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വരാനുള്ളത് ആദ്യഘട്ട പട്ടിക മാത്രമാണ്. സ്വാഭാവികമായി ഈ യോഗത്തിൽ സ്ഥാനാർത്ഥി തടഞ്ഞു എന്ന് പറയുമ്പോൾ വലിയ പ്രതിസന്ധികൾ അതിൽ ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥവും. ഇന്നിപ്പോൾ 3 മണിക്ക് മുൻപ് തന്നെ ആദ്യഘട്ട പട്ടിക പുറത്തിറക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കോൺഗ്രസ് ഉള്ളത്. എന്താണെങ്കിലും നിലവിൽ ഈ പറഞ്ഞ എൽദോസ് കുന്നപ്പള്ളി, എം വിൻസെന്റ് എന്നിവരുടെ കാര്യങ്ങൾ പ്രതിസന്ധിയിലേക്ക് പോയിരിക്കുന്നു. അത് എൽദോസ് കുന്നപ്പള്ളി അതിരൂക്ഷമായ സാഹചര്യത്തിലാണ് ഉള്ളത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒപ്പം MP-മാർ മത്സരിക്കുന്നില്ല, നിലവിൽ മത്സരിക്കേണ്ടതില്ല എന്ന നിലപാടാണുള്ളത്. ഇപ്പോൾ രമേശ് ചെന്നിത്തല കെ സുധാകരനുമായി കൂടിക്കാഴ്ച അടക്കം നടത്തിയ സാഹചര്യമുണ്ട്. ആ സാഹചര്യം നമുക്ക് ഒരുപക്ഷേ നേതൃത്വത്തെ ഇപ്പോൾ തന്നെ രമേശ് ചെന്നിത്തല അറിയിക്കും എന്നറിയുന്നു. മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള ആളുകൾ തീരുമാനങ്ങളിൽ എന്തെങ്കിലും മാറ്റം അവസാന നിമിഷം എടുക്കുമോ എന്നത് വലിയ ആകാംക്ഷയാണ്. കാരണം അടൂർ പ്രകാശ് അല്പം മുമ്പ് ACC ആസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം കെ സുധാകരൻ ദില്ലിയിൽ തുടരുന്നുണ്ട്. സജീവമായ ചർച്ചകൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത് എന്ന് നിസ്സംശയം പറയാൻ കഴിയും. നിലവിൽ MP-മാർ മത്സരിക്കേണ്ടതില്ല എന്നാണ് തീരുമാനം എങ്കിൽ പോലും സമ്മർദ്ദം ഈ യോഗത്തെ, ഇപ്പോൾ നടക്കുന്ന ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് യോഗത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട് എന്നതും എടുത്തു പറയണം. എന്താണെങ്കിലും അല്പസമയത്തിന് തീരുമാനങ്ങൾ ഓരോന്നായി പുറത്തേക്ക് വരും. നിലവിൽ എൽദോസ് കുന്നപ്പള്ളിക്ക് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. അവിടെ 3 പേര് നമ്മളോടൊപ്പം ചേരുകയാണ്. റോഷിപാൽ, ഇത്രയും കീറാമുട്ടികൾ ഉള്ളപ്പോഴും വൈകുന്നേരത്തോടു കൂടി പട്ടിക എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്ന ആത്മവിശ്വാസത്തിന് പിന്നിൽ എന്താണ്? മാധു, ഇന്ന് വിശദമായ ചർച്ചകൾക്കൊടുവിൽ കോൺഗ്രസിന്റെ പൂർണ്ണ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ്. കാരണം അവസാന ഘട്ടത്തിൽ കോൺഗ്രസിന്റെ കേന്ദ്ര നേതാക്കൾ രാഹുൽ ഗാന്ധി അടക്കം ഇടപെട്ടുകൊണ്ട് ഒറ്റപ്പേരിലേക്ക് പലയിടങ്ങളിൽ എത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ്. കാരണം ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള തർക്കങ്ങളാണ്. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു, മണിക്കൂറുകൾ പിന്നിടുന്നു. അതിനപ്പുറത്തേക്ക് പ്രചാരണത്തിന് ദിവസങ്ങൾ വളരെ കുറവാണ്. ഏതാണ്ട് 22 ദിവസത്തിനപ്പുറത്തേക്ക് കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ആ ഘട്ടത്തിൽ പോലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക, അന്തിമ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. പല മണ്ഡലങ്ങളിലും ഒന്നിൽ കൂടുതൽ പേരുകളാണ് അത് സ്ക്രീനിംഗ് കമ്മിറ്റി അംഗീകരിച്ച് നേരെ CEC-യുടെ മുന്നിലേക്ക് എത്തുന്നത്. സാധാരണഗതിയിൽ ഒറ്റപ്പേരാണ് അത് CEC-യുടെ മുന്നിലേക്ക് എത്തുക. പക്ഷേ കൂടുതൽ മണ്ഡലങ്ങളിൽ ഒറ്റപ്പേരല്ല,
അത് ഒന്നിൽ കൂടുതൽ പേരുകളാണ്. അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ഏതായാലും ചില മണ്ഡലങ്ങളിൽ പുനരാലോചന നടത്തുമ്പോൾ തന്നെ കെ സുധാകരൻ ഉയർത്തുന്ന ഭീഷണി അടക്കം കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ വെല്ലുവിളിയായി മാറുന്ന സാഹചര്യമാണ്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഒറ്റ നിലപാട് തന്നെയാണ് കെ സുധാകരന്. പിന്മാറ്റമില്ല എന്ന നിലപാടാണ്. കണ്ണൂരിൽ മത്സരിക്കാൻ അവസരമൊരുക്കണം എന്ന ആവശ്യം കൂടിയാണ് കെ സുധാകരൻ രമേശ് ചെന്നിത്തലയുടെ മുന്നിൽ ഉയർത്തിയത്. സുധാകരൻ കേരളത്തിലേക്ക് മടങ്ങിയപ്പോൾ ആദ്യം സംസാരിച്ചത് ചെന്നിത്തലയാണ്. പിന്നീട് തുടർച്ചയായി ചെന്നിത്തലയാണ് ദില്ലിയിലേക്ക് വരാൻ ആവശ്യപ്പെട്ടത്. ഒടുവിൽ ശരി, റോഷിപാലും YS അഭിനന്ദൻ നോബൽ മാരിക്കാരനുമാണ് വിവരങ്ങൾ നൽകിയത്. ദില്ലി ചർച്ചകൾ തുടരുന്നു.